കൃപാസനം പത്രം ഏപ്രിൽ 2026 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആലുവ ചൊവ്വരയിൽ നിന്നുള്ള ഷെറിന്റെ സാക്ഷ്യം. കാലുകൾ തളർന്നുപോയ ആകസ്മിക രോഗത്തിന് ഉടമ്പടി കാശ് രൂപം ചേർത്ത് പിടിച്ചു നേടിയ സമയ ചുരുക്ക സൗഖ്യം. എറണാകുളത്ത് അപ്രന്റീസായി ജോലി ചെയ്യുന്ന എന്റെ മകന് പെട്ടെന്നൊരു ദിവസം കാലിനും കൈക്കും കുഴച്ചിൽ പോലെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴേക്കും മകൻ വീൽ ചെയറിലാകുന്ന അവസ്ഥയിലായി. ഡോക്ടർമാർ പരിശോധനകളൊക്കെ നടത്തിയ ശേഷം പ്രതിരോധശേഷി എതിരായിട്ട് വരുന്ന ഒരു രോഗമാണ് ഇതെന്ന് പറഞ്ഞു. മകൻ ICUവിലായി. 3.25 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ഞാൻ പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അതിനുള്ള പണം എങ്ങനെയോ പരിശുദ്ധ അമ്മ ഒരുക്കി തന്നു. 3 മാസം കഴിയാതെ മകൻ എഴുന്നേറ്റ് നടക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ ICUവിൽ വെച്ച് ഉടമ്പടി കാശ് രൂപം മകന്റെ കൈയോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് മകൻ വളരെ ശക്തമായ രീതിയിൽ എന്റെ കയ്യിൽ കയറി പിടിച്ചു. 1 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ 3 ആഴ്ചയ്ക്കുള്ളിൽ ഡിസ്ചാർജായി വീട്ടിൽ പോരാൻ സാധിച്ചു. മകന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. UK നിന്നുള്ള സാലി ബാബുവിന്റെ സാക്ഷ്യം. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മഴവില്ല് തെളിഞ്ഞു. 9 വർഷം ലഭിക്കാതിരുന്ന UK വിസ ലഭിച്ചു. 12 വർഷത്തിന് ശേഷം നാട്ടിൽ തിരികെ എത്താൻ സാധിച്ചു. ഞങ്ങൾ UK കഴിഞ്ഞ 15 വർഷമായിട്ട് താമസിക്കുന്നു. ഞാൻ സ്റ്റുഡന്റ് വിസയിലാണ് UK പോയത്. 9 വർഷമായി ഞങ്ങൾക്ക് വിസ ഇല്ലായിരുന്നു. ഓരോ ആപ്ലിക്കേഷൻ ഇടുമ്പോഴും റിജക്ഷൻ വന്നുകൊണ്ടിരുന്നു. ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2025 ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എയിൽസ്ഫോർഡിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു. അതേ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ അടിച്ചു കിട്ടുകയും വിസ അപ്രൂവായി കിട്ടുകയും ചെയ്തു. 2 മാസത്തിനുള്ളിൽ തന്നെ എന്റെ നിയോഗം പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു. കൂടാതെ ഞങ്ങൾ ഹോം കെയർ ചെയ്യുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് കോർട്ട് ഓർഡർ കിട്ടി ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവരുടെ ചെലവിൽ തന്നെ മാറ്റി താമസിപ്പിച്ചു. യാത്രയിലുടനീളം മഴവില്ല് കാണാൻ സാധിച്ചു. കോട്ടയം ഇരവിമംഗലത്തു നിന്നുള്ള റാണി ജോയിയുടെ സാക്ഷ്യം. നഴ്സുമാരുടെ വേക്കൻസി ഫ്രീസ് ചെയ്ത സമയത്താണ് ഉടമ്പടി വഴി എനിക്ക് UK ജോലി കിട്ടിയത്. ഞാൻ സൗദി അറേബ്യയിൽ 7 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. OET പാസ്സായപ്പോൾ ഞാൻ ജോലി നിർത്തിപ്പോന്നു. UK, അയർലൻഡ് എന്നീ രാജ്യങ്ങൾ നോക്കുകയായിരുന്നു. ആ സമയത്ത് നഴ്സുമാരുടെ വേക്കൻസി എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് UK പോകാൻ ഒരു ഇന്റർവ്യൂ കിട്ടി. അത് അബുദാബിയിലായിരുന്നു. അതിനു മുമ്പ്